ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി IGNOU യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം. കേരളാസ് ഫസ്റ്റ് ഡിസ്റ്റന്റ് ഡിഗ്രി ലേണിംഗ് ആപ്പ് വഴി IGNOU യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഒരു ഡിഗ്രി സ്വന്തമാക്കാം. കൃത്യമായ മെന്റർഷിപ്പ് ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ പഠിച്ച് പാസ്സാകാം. കോൺടാക്ട് നൗ. ഒരു ഡിഗ്രി ഹലോ, എവിടെ എല്ലാവരും എവിടെ? വെൽക്കം യു. സുഖല്ലേ എല്ലാവർക്കും? ഭക്ഷണം കഴിച്ചില്ലേ അല്ലേ? പരീക്ഷ ആവാനല്ലേ അല്ലേ? പഠിക്കാനല്ലേ? കുറേ പഠിക്കാനുണ്ടെന്നൊക്കെ അറിയാം. നമുക്ക് കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. പ്രത്യേകിച്ച് എന്താ പറയുക, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താലേ പഠിക്കാൻ പറ്റുള്ളൂ, എക്സാം എഴുതാൻ പറ്റുള്ളൂ അല്ലേ? അടിപൊളി മാർക്ക് സ്കോർ ചെയ്യണ്ടേ അല്ലേ? അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവരും പാസ്സാവണം എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ആരും തോൽക്കാതെ നന്നായിട്ട് അടിപൊളിയായിട്ട് നല്ല നല്ല അടിപൊളി വിജയം എല്ലാവർക്കും ആശംസിക്കുന്നു. സോ നമുക്ക് തുടങ്ങണ്ടേ അല്ലേ? അധികം ലാഗ് പിന്നെ കുറേ പേപ്പേഴ്സ് നോക്കാനുണ്ട്. സോ വെൽക്കം ടു മൈ ക്ലാസ്. സോ ലെറ്റ്സ് ബിഗിൻ അല്ലേ? സോ ഇന്ന് നമ്മൾ 5 പേപ്പറാണ് പറയുന്നത് കേട്ടോ. 5 പേപ്പറേ ഉള്ളൂ, അധികം ബോറടിപ്പിക്കൊന്നുമില്ല കേട്ടോ. എന്റർടൈനിങ് ആയിട്ട് ക്ലാസ് എടുക്കാം. 5 പേപ്പറാണ്. ഒന്ന് ബാൻ 184 പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി അല്ലേ? എല്ലാവർക്കും അറിയുന്ന പേപ്പർ ആയിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പേപ്പർ ആയിരിക്കും പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി അല്ലേ? ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം കേട്ടോ, കാരണം പെട്ടെന്ന് റിലേറ്റബിൾ ആണ് അതൊക്കെ. സെക്കൻഡ് പേപ്പർ ആണെന്ത്? BA സോഷ്യോളജിയിലെ റീതിങ്കിങ് ഡെവലപ്മെന്റ്. എന്തായിരുന്നു? റീതിങ്കിങ് ഡെവലപ്മെന്റ് അല്ലേ? പിന്നെ മൂന്നാമത്തെ ഒരു പേപ്പർ ഉണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതൊക്കെ സംഭവം അടിപൊളി പേപ്പേഴ്സ് ആണ്. എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയതാണെന്ന് വേണേൽ പറയാം. നല്ല രസമുണ്ട് ഇത് ക്ലാസ് എടുക്കാനൊക്കെ. ഓക്കെ, പിന്നെ ഒരു പേപ്പർ കൂടി ഇ ഗവേണൻസ്. പിന്നെ ലാസ്റ്റ് വൺ സൈക്കോളജി ആൻഡ് മീഡിയ. ഈ 5 പേപ്പറാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, നല്ല തുടങ്ങാം അല്ലേ? നല്ല ഉഷാറായിട്ട് തുടങ്ങാം, അധികം ലേറ്റ് ആക്കുന്നില്ല. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് തന്നെ ബാൻ 184 പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി തുടങ്ങിയാലോ? ഓക്കെ, എന്താണ് എപ്പിഡമോളജി അറിയാത്ത ആൾക്കാരുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടിപൊളി ക്ലാസ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാവരും കയറി കാണുക. കാരണം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ നമുക്ക് പഠിക്കണമെങ്കിൽ ക്ലാസ് കയറിയാൽ മതി. അതേപോലെ നമുക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടീവും നമ്മളെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് അസൈൻമെന്റ്സ്, അസൈൻമെന്റ്സ് ആണെങ്കിലും അതേപോലെ ഡീറ്റെയിൽ ക്ലാസ്സസ് ഒക്കെ നമുക്ക് ആപ്പിൽ കാണാം. ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ മതി. ഓക്കെ, കാരണം സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ഇപ്പോൾ 184 പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി ആണ് തുടങ്ങുന്നത് കേട്ടോ മക്കളെ. ഓക്കെ, റെഡി അല്ലേ? അത് എപ്പിഡമോളജി എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം എക്സാമിന്. ഞാൻ വെറുതെ ഇങ്ങനെ വളവളാന്ന് കാര്യങ്ങളല്ല പറയുന്നത്, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് പോയിന്റ്സ് മാത്രമേ എഴുതൂ ഇതിൽ. ബിക്കോസ് എന്താ പറയാ, നമ്മൾ എഴുതുന്നത് വൃത്തിയായിരിക്കണമല്ലോ അല്ലേ? എഴുതുന്നത് വൃത്തിയായിരിക്കണം. അപ്പം ഇൻട്രൊഡക്ഷൻ ഒരു എഴുതുമ്പോൾ എപ്പിഡമോളജി എന്താ എഴുതും, ആദ്യം കുറച്ച് എഴുതണം. ഈ ഒരു ചാപ്റ്റർ ലൈക്ക് 3rd ബ്ലോക്കാണ് ഞാൻ എടുക്കുന്നത്. 3rd ബ്ലോക്കിൻ്റെ അകത്ത് എനിക്ക് കൂടുതൽ സ്റ്റാറ്റി കാര്യങ്ങളാണ് പറയുന്നത്. സ്റ്റാറ്റിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. നിങ്ങൾക്ക് എക്സാമിന് വേണ്ടത് എന്താ അതാണ് ഞാൻ നോക്കണം. ഓക്കെ, സോ epidemiology is a branch of public health that studies disease and how it's spread amongst humans and non-human population. ഓക്കെ, അതാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എപ്പിഡമോളജി എന്താ ചോദിക്കുമ്പോൾ ആദ്യം കുറച്ച് പറഞ്ഞിരിക്കണം കേട്ടോ മക്കളെ. ദെൻ എന്താണ് ഗോള്? എപ്പിഡമോളജി എന്നാണ് പറഞ്ഞാൽ എന്താ അല്ലേ? അതേപോലെ ഇതിന് പല പല സബ് ടോപ്പിക്സ് ഉണ്ട്. ചിലപ്പോൾ ഒരു 2 മാർക്ക് 3 മാർക്കൊക്കെ വയ്ക്കും. എഴുതണ്ടേ അല്ലേ? അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെയൊക്കെ എഴുതണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. എപ്പിഡമോളജി എന്ത് വയ്ക്കും അങ്ങനെ എഴുതാം. ഇനി ഇതിന്റെ ഗോൾ, ഇറ്റ്സ് ഗോൾ is to use and understand to help control and its limit spread the pathogens and other negative problems. ഇതാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതേണ്ടത്. പബ്ലിക് ഹെൽത്ത് എപ്പിഡമോളജി ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ഇനി ഇതിന്റെ ബ്ലോക്ക് 3 ബ്ലോക്ക് 2 കഴിഞ്ഞ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലൈവിൽ പോയിട്ടുണ്ട്. ഇതിന്റെ ക്ലാസ്സും അവൈലബിൾ ആണ്. ഓക്കെ, നന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ എക്സ്പെക്ടേഷൻ നന്നായിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ
ബ്ലോക്ക് 3 റിസർച്ച് ആൻഡ് സ്റ്റാറ്റിക്കൽ മെത്തേഡ് ഇൻ പബ്ലിക് ഹെൽത്ത്. അതാണ് എടുക്കുന്നത്. ഏതാണ്? റിസർച്ച് ആൻഡ് സ്റ്റാറ്റിക്കൽ മെത്തേഡ് ഇൻ പബ്ലിക് ഹെൽത്ത്. നോക്കണം, ഇതിനകത്ത് കൂടുതലും മാത്സ് ആണ്. മാത്സിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല. ഓക്കെ, ഇതില് എത്ര യൂണിറ്റ് ഉള്ളത്? 1, 8, 9, 10, 3 യൂണിറ്റേ ഉള്ളൂ. സിമ്പിളാണ്, പവർഫുൾ ആണ് അല്ലേ? ജാവ പറയുന്ന പോലെ. അതിനകത്ത് യൂണിറ്റ് 8 റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിക് ടൂൾസ്, അതാണ് ഫസ്റ്റ് കേട്ടോ. ഒന്നാമത്തേത് റിസർച്ച് ടൂൾ ആൻഡ് സ്റ്റാറ്റിക്കൽ ടൂൾസ്. സെക്കൻഡ് ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനാലിസിസ് ഇത് മൊത്തം കണക്കാണ്. മൂന്നാമത്തത് അഡ്വാൻസ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതാണ് 3 പേപ്പേഴ്സ് കേട്ടോ. ഓക്കെ, അതിനകത്ത് എന്താണ് റാൻഡം സാമ്പിളിംഗ് എന്ന് ചോദിക്കാൻ ചാൻസ് വളരെ 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 കൂടുതലാണ്. റാൻഡം സാമ്പിളിംഗ് ഏറ്റവും കൂടുതൽ ചോദിക്കണം. അത് കുറേ ഉണ്ട്. അത് വളരെ സിമ്പിൾ. ഇതധികം ഞങ്ങോട്ട് പോകുന്നില്ല, അധികം നിങ്ങൾ ബോറടിപ്പിക്കൊന്നുമില്ല. ഓക്കെ, ബുദ്ധിമുട്ട് വാച്ചിങ്ങിലേക്ക് ഉണ്ടാക്കേണ്ട വാച്ച്. സോ അതിനകത്ത് റാൻഡം സാമ്പിളിംഗ് അത് ഒരു എത്രയായിട്ട് ഡിവൈഡ് ചെയ്തേ? 1, 2, 3, 4, 5 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് റാൻഡം സാമ്പിളിങ് 5 ഒന്ന് റാൻഡം സാമ്പിളിങ് അത് ഒന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് മിനിറ്റ്. ഒന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിങ്. സോറി, കുറച്ചിട്ട് കനം കൂടിപ്പോയില്ലേ പെണ്ണിന്റെ? സോറി. ഓക്കെ, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ഈ 4 ഇതിൽ 5 5 മര്യാദ എഴുതണം. കാരണം മാർക്ക് സ്കോർ ചെയ്യാനേ മതി കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ എന്താണ് റാൻഡം സാമ്പിളിംഗ് തുടങ്ങണ്ടേ? റാൻഡം സാമ്പിളിംഗ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കിയിരിക്കരുത്. ഓക്കെ, അപ്പോൾ റാൻഡം സാമ്പിളിംഗ് ഇൻവോൾവ് സെലക്ടിംഗ് പോപ്പുലേഷൻ മെമ്പേഴ്സ് ഫോർ സ്റ്റഡിങ് യൂസിംഗ് ദ lottery like method. This approach prevents personal bias in choosing participants. So സിമ്പിൾ ആയിട്ടാണ് ഞാൻ നോട്ട് ഉണ്ടാക്കിയത്, മനസ്സിലാവില്ലോ അല്ലേ? റാൻഡം സാമ്പിളിംഗ് വെച്ചാൽ എന്താ? ഇൻവോൾവ്സ് involves selecting population member for studying using a lottery like method. ലോട്ടറി ലൈക്ക് മെത്തേഡിൽ പഠിക്കാനാണ് എന്ത് റാൻഡം സാമ്പിളിംഗ് പഠിക്കുന്നത്. ആൻഡ് ദിസ് അപ്രോച്ച് പ്രിവെന്റ്സ്. എന്താണ് ഇത് പ്രിവെന്റ് ചെയ്യുന്നത്? നിങ്ങൾ കാര്യം വ്യക്തമായിട്ട് ചെയ്തണ്ടേ അല്ലേ? ഞാൻ പറയുന്നത് കുറച്ച് നല്ല വേർഡ്സ്, നമ്മൾ സാധാരണ വായിക്കുന്ന വേർഡ്സ് അല്ല, കുറച്ചുകൂടി അടിപൊളി വേർഡ്സ് യൂസ് ചെയ്യാൻ എന്ത് കിട്ടും? മാർക്ക് സ്കോർ ചെയ്യാൻ. So this approach prevents personal bias in choosing participants. Okay, some methods of random sampling including simple random sampling, stratified random sampling and cluster sampling. ഇത് കുറച്ചെണ്ണുണ്ട്. സോ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് സിമ്പിൾ ആയിട്ടല്ലേ പറയുന്നത് അല്ലേ? സോ ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ഈ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വളരെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞു തരാം ഗൈസ്. സോ ദിസ് മെത്തേഡ് every unit population has equal chance to be chosen for example. ഇതിനകത്ത് എന്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ അധികം വലിച്ചു വാരി എടുക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് കുറേ പേപ്പർ നോക്കാനുണ്ട്, അധികം സമയം നമ്മൾ ചെലവഴിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ദിസ് മെത്തേഡ് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്? population has equal chance for being chosen for. നമ്മൾ എന്ത് വേണം ഇതിനകത്ത് എടുക്കാം, ഈക്വൽ ചാൻസ് ആണ്, ആരെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അല്ലേ? സോ ഇറ്റ്സ് വർക്ക് well when population is similar in characters like. so simple ആണ്, വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ തരുന്നത്. ഓക്കെ, so this works well when the population is similar in characteristic. ഇതിനകത്ത് വളരെ സിമിലർ ആണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് എനിക്ക് അറിയുള്ളൂ. അതിൽ ഒന്ന് ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ ലെവൽ, ഈ സംഭവങ്ങൾ വ്യക്തമാക്കി എഴുതിയിരിക്കണം. ഇതൊക്കെ നോക്കി റാൻഡം ആയിട്ട് എടുക്കുകയാണ് ഇതിനകത്ത്. അതാണ് റാൻഡം സാമ്പിളിംഗ്. മനസ്സിലായില്ല? ഫോർ എക്സാമ്പിൾ, there are 150 houses in a village and we want to select 30 houses. We write the house numbers on slip, but them in box, shuffle and pick out the slip at the time until we have 30 houses without repeating any methods. So മനസ്സിലാക്കണം, ഇതിനകത്ത് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. 150 വീട്. അപ്പോൾ ഇത് എടുക്കേണ്ട ഒരു വേ ഓഫ് അപ്രോച്ച് ആണ് പറയുന്നത്, എങ്ങനെയാണ് റാൻഡം സാമ്പിൾ എടുക്കണമെന്ന്. ഓക്കെ, അധികം വിശദമാക്കുന്നില്ല. ഇത് ഇനി അധികം വലിച്ചാൽ സമയം പോകും.
Then, this method is using when the population units have different characteristics like education level, place residence, and socio-economic status. മനസ്സിലാക്കി വെച്ചോ എന്തിനാണ് ഇത് പഠിക്കുന്നത്, എന്തിനാണ് ഈ അപ്രോച്ച് എടുക്കുന്നത്. This method is used when the population units have different characteristics. Use different characteristics like education level, place of residence, and socio-economic status. Okay? അപ്പോൾ ഓരോന്നായിട്ട് എടുക്കുന്നത് എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? ഇനി ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഞാൻ പറയുന്നത് റാൻഡം സാമ്പിളിംഗ് മാത്രം കേട്ടോ, അധികം ഡിസ്ക്രൈബ് ചെയ്യരുത്. Sampling must include units from all the strata to prevent some groups from being overrepresented. ഇതാണ് ഇതിന്റെ simple explanation. Sampling must include units from all strata to prevent some groups from being overrepresented. So സംഭവം മനസ്സിലായല്ലോ, ഇനി അധികം വലിച്ചു നിർത്തണ്ടല്ലോ അല്ലേ? ഇത്രയേ ഉള്ളൂ. എന്ത് പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡെമോളജിന് റാൻഡം സാമ്പിളിംഗ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് ഇത്രയും കാര്യങ്ങൾ ഡിവൈഡ് ചെയ്യാനുണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്, ആൻഡ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ഇപ്പം 4 5 നോക്കിയിട്ട് ഡിവൈഡ് ചെയ്യാനുണ്ട്. ഓരോന്നും ഞാൻ വിശദമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൽ അധികം സംസാരിച്ചാൽ സഭ കിട്ടില്ല, അതാണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേപ്പർ എടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള റീ തിങ്കിങ് ഡെവലപ്മെന്റ്, BA സോഷ്യോളജിയിലെ റീ തിങ്കിങ് ഡെവലപ്മെന്റ് എന്ന പേപ്പറാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, എന്താണ് ഇതിനകത്ത് ബ്ലോക്ക് 3, ബ്ലോക്ക് 2 കഴിഞ്ഞ ക്ലാസ് ഞാൻ എടുത്താണ്. ബ്ലോക്ക് 3 എന്തൊക്കെയാണ്? ഇതിലാകെ 2 യൂണിറ്റ് വരുന്നുള്ളൂ. എന്തോ ഭയങ്കര സിമ്പിളാണ് എനിക്ക് അല്ലേ? അപ്പോൾ അതിലൊന്നാണ് ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് എക്കണോമിക്. അത് യൂണിറ്റ് 10. യൂണിറ്റ് 11 വെച്ചാൽ ഡെവലപ്മെന്റ് അറ്റ് ഫ്രീഡം. ഈ 2 യൂണിറ്റ് ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, യൂണിറ്റ് 10ഉം യൂണിറ്റ് 11ഉം. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, നോട്ട് ചെയ്ത് വെക്കാം. ഫസ്റ്റ് വൺ, what are the contemporary sociological concerns about development and how do they relate in the historical? അതാണ് സംഭവം. അത് ഇനി ഒരു പോയിന്റ് കൂടി വരുന്നുണ്ട്, നോട്ട് ചെയ്ത് വെച്ചോ. ഏതാ? 3 world of development paradigm, particularly the light of the shift and the bipolar to a unipolar world following the breakup of Soviet Union. അങ്ങനെ വലിയ ക്വസ്റ്റ്യൻ ആണ് വരിക. നമ്മൾ ഇന്റർവ്യൂലൊക്കെ ചോദിക്കില്ലേ, നമ്മളെ KLF-നൊക്കെ ഇന്റർവ്യൂവിൽ പോയാൽ മനസ്സിലാവും. വലിയ ക്വസ്റ്റ്യൻ ഒക്കെ തരാം, കുറെ നേരം കേട്ടിരിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യും ഗൈസ്? ഓക്കെ, സോ വാട്ട് ആർ ദ കണ്ടംപററി സോഷ്യോളജിക്കൽ കൺസേൺ അബൌട്ട് ഡെവലപ്മെന്റ്? അതാണ് ചോദ്യം. ചോദ്യം വ്യക്തമായി കേൾക്കണേ. ദെൻ ആൻഡ് ഹൗ ദേ റിലേറ്റ് ടു ദ ഹിസ്റ്റോറിക്കൽ, എങ്ങനെയാണ് ചരിത്രത്തിൽ ഭാഗമാകുന്നത്, ഏത് രീതിയിൽ? 3 world of development. അതിലൊന്ന് 3 world of development paradigm and particularly in light of shift from a bipolar to unipolar world. Shift from bipolar to a unipolar world following the breakup of Soviet Union. ഇതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ. ഓക്കെ, ആൻസർ എങ്ങനെയാണ്? ഞാൻ ഓരോ പോയിന്റ് ആയിട്ടാണ് തന്നത്. എന്താണ് പോയിന്റ്? ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഇവന്റ് ഷേപ്പ് സോഷ്യോളജിക്കൽ വ്യൂ ഓൺ ഡെവലപ്മെന്റ്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കുറച്ച് മങ്ങിയോന്ന് ഡൗട്ട് ഉണ്ട്. ദെൻ സോഷ്യോ കൾച്ചറൽ ഡെമിനിഷൻസ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഡെവലപ്മെന്റ് ഓഫ് ഡിസ്കഷൻ. സോ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ ഇൻട്രൊഡക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെയാണ്, എന്തൊക്കെയാണെന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. സോ മനസ്സിലാക്കണം, ഹിസ്റ്റോറിക്കൽ ഇവന്റ് ഷേപ്പ് സോഷ്യോളജിക്കൽ വ്യൂ ഓൺ ഡെവലപ്മെന്റ്. മനസ്സിലായല്ലോ? Then socio-cultural dimension play a significant role in development discussion. So മനസ്സിലാക്കണം, socio-cultural dimensions അതൊരു വലിയൊരു എന്താ പറയാ വലിയൊരു സിഗ്നിഫിക്കന്റ് റോളാണ് ഈ ഒരു ഡെവലപ്മെന്റ്. ഏത് ഈ സോവിയറ്റ് യൂണിയന്റെ നമ്മളെ ഈ പാരാഡിഗമിലൊക്കെ ഫോളോ ചെയ്യുന്ന ഇങ്ങനത്തെ റൂളാണ്. Then before exploring contemporary of concern, understanding 3 world development is crucial. So ഈ 3 വേൾഡ് ഡെവലപ്മെന്റ് എന്നാണ് വളരെ വ്യക്തമായിട്ട് അടുത്ത് പറഞ്ഞത്. എന്താ? ദ കൺസെപ്റ്റ് ഓഫ് 3 വേൾഡ് ഓഫ് ഡെവലപ്മെന്റ് originated before Soviet Union dissolved. ഇത് എഴുതി വെക്കണേ, മറന്നു പോരെ.
So, three world of development originated before Soviet Union dissolved. Okay? ചെറിയ ലെറ്റർ വന്നിരിക്കുന്നു ഇപ്പോൾ. ഐ എം ഗോയിങ് ബൈ വിത്ത് സ്റ്റാഫാണ്. ആ ലൈവ് സ്റ്റാർട്ടാക്കി അങ്ങോട്ട് പോയതാ. Then initially the world is divided into two. അപ്പോൾ രണ്ടായിട്ടാണ് എന്ത് ഡിവൈഡ് ചെയ്തത് നമ്മളെ വേൾഡ്? എന്തൊക്കെയാ? ദി ക്യാപിറ്റൽസ് US ആൻഡ് സോവിയറ്റ് യൂണിയൻ. രണ്ടെണ്ണാണ്. ഏതൊക്കെയാണ് നോട്ട് ചെയ്ത് വെക്കുക, അറിയാത്തത് എഴുതരുത്. ഒന്നാമത് ക്യാപിറ്റൽ US ആൻഡ് സോഷ്യൽ സോവിയറ്റ് യൂണിയൻ. This division led to bipolar world during the Cold War era. So ഇത് എങ്ങോട്ടാണ് മൂവ് ചെയ്തത്? This division lead മനസ്സിലാക്കണം, മെയിൻ പോയിന്റ് ആണിത്. എന്തിനാണ് ഇത് ഈ തേർഡ് വേൾഡ് ഓഫ് ഡെവലപ്മെന്റിന്റെ കൺസേൺ എന്താണ്? This division lead to bipolar world during the Cold War era. The collapse of the Soviet Union mark an end of Cold War. So ഇതെല്ലാം ചിലപ്പോൾ ചോദിക്കും, PSC വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏത്? This collapse of the Soviet Union ഈ തകർച്ച എന്തിനു കാരണമായി? മാർക്ക് എൻഡ് ഓഫ് കോൾഡ് വാർ ആൻഡ് shift the world to unipolar state with the US as dominant power. മനസ്സിലായല്ലോ? അധികം വിശദമാക്കണ്ടല്ലോ. Then the understanding of these historical shift helps comprehending contemporary social and concern about development. So understanding these historical shifts, ഈ എന്താ ചരിത്രപരമായ സംഭവങ്ങൾ എങ്ങോട്ടാണ് മൂവ് ഓൺ ചെയ്തു പോകുന്നത്? The shift to help contemplating the contemporary sociological concern about development. Okay? Then ഇനി ഞാൻ സബ് പോയിന്റ് ആയിട്ടാണ് ഈ തേർഡ് വേൾഡിനെ പറ്റി പറഞ്ഞിട്ട്. ഇനി അടുത്ത പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ദ വേൾഡ്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇനി ഇതിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യണം. ഞാൻ പറയുന്നത് വലിയ എസ് എഴുതുമ്പോൾ എന്താ ടോപ്പിക്സ് കവർ ചെയ്യണ്ടോ, ചോദിക്കും. ഇത് പഠിക്കുമ്പോൾ നമുക്ക് സുഖമല്ലേ? കാരണം എല്ലാ എസ്സേസും കവർ ചെയ്യുമ്പോൾ ഈ വലിയൊരു എസ് പഠിക്കുമ്പോൾ നമുക്ക് സബ് എസ് ഒക്കെ സുഖമായിട്ട് എഴുതാം അല്ലേ? ഞാൻ എഴുതണ്ട്. അത് ഞാൻ എപ്പോഴും പറയലുണ്ട്. ഇത് നമ്മൾ എക്സാം എഴുതുമ്പോൾ ഏറ്റവും വലിയ എന്താണ് എഴുതാനുള്ളത് അത് ആദ്യം എഴുതി ക്ലിയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊരു റിലാക്സേഷൻ കിട്ടും അല്ലേ? റിലാക്സേഷൻ കിട്ടുമ്പോൾ സുഖമായിട്ട് അടുത്ത എഴുതാൻ മൂടും കിട്ടും. അപ്പോൾ അതാണ് പറഞ്ഞത്. മെയിനായിട്ട് എക്സാം എഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല, ഏറ്റവും കൂടുതൽ സമയം എടുക്കും എന്ന് വിചാരിക്കുന്ന സാധനം വേഗം ബാഗ് എഴുതി ക്ലിയർ ചെയ്യും. അന്ന് ചില നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാം. ഓരോ ടൈം ലാപ്സ് ആക്കി വെച്ചിട്ട് സംഭവം വൃത്തിയാക്കി എഴുതി കഴിഞ്ഞാൽ മാർക്ക് കൊണ്ട് കിട്ടും. സോ ദ ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ, അത് എന്തൊക്കെയാണ് പറയുന്നത്? കുറച്ച് പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്താ? പ്രൊവിഷൻ ഓഫ് ദ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി, ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ. ഒന്നാമത്തെ പോയിന്റ്. എന്താണ് ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് ചോദിക്കുമ്പോൾ എഴുതുന്നതാണ്. സെക്കൻഡ്, promotion of economic activities through private enterprises and minimum possibilities state regulation and control on the private enterprises. So ഞാൻ പറയുന്നത് ഈ സെന്റൻസിന്റെ അകത്തുള്ള എനിക്ക് വേണം വായിച്ചു പോവാം, പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് കാര്യങ്ങൾ മാത്രമേ നോട്ട് ചെയ്തേക്കുള്ളൂ. കാരണം ലൈവ് സെഷൻ ആണ്, അതിന്റെ ഡീറ്റെയിൽ ക്ലാസ്സസ് ഞാൻ ആപ്പിൽ ഇട്ടിട്ടുണ്ട്. ഞാനല്ല, ടീം. ഓക്കെ. സോ പ്രൊവിഷൻ ഓഫ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ദ പ്രോപ്പർട്ടീസ് മീൻ ഓഫ് പ്രൊഡക്ഷൻ. ദെൻ ദ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ത്രൂ പ്രൈവറ്റ് എന്റർപ്രൈസസ്. മനസ്സിലാക്കണം, പ്രൊമോഷൻ ഓഫ് എന്തിന്റെ? എക്കണോമിക് ആക്ടിവിറ്റീസ് ത്രൂ പ്രൈവറ്റ് എന്റർപ്രൈസസ് ആൻഡ് മിനിമൽ പോസിബിലിറ്റി ഓഫ് സ്റ്റേറ്റ് റെഗുലേഷൻ ഇസ് കൺട്രോൾ ഓൺ എവിടെ? കൺട്രോൾ ഓൺ പ്രൈവറ്റ് എന്റർപ്രൈസസ്. പ്രൈവറ്റ് എന്റർപ്രൈസസ് തന്നെയാണ് വരുന്നത്. ദെൻ ക്യാപിറ്റലിസ്റ്റ് മോഡൽ, ഇത് തരത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് മോഡൽ എന്തിനാണ്? ദിസ് ക്യാരക്ടറൈസ് ഫ്രീ എക്കണോമിക് റെഗുലേറ്റഡ്. ഓക്കെ. ഇനി അടുത്ത നമ്മളിപ്പോ ക്യാപിറ്റലിസ്റ്റിനായിട്ട് പറഞ്ഞതുണ്ട്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റിനകത്ത് 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് തേർഡ് വേൾഡും അതേപോലെ ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റും. ഇനി ഒന്നുകൂടി ഉണ്ട്. എന്താ? സോഷ്യലിസ്റ്റ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ടു ദ ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. എന്താ? സോഷ്യൽ മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡ് വേൾഡ്. എന്താണ്? സോഷ്യൽ മോഡൽ എയിംസ് ഓഫ് ഈക്വാലിറ്റി ഓൺ എക്സ്പ്ലോറേഷൻ. സോഷ്യലിസ്റ്റ് മോഡൽ എന്റെ എയിം എന്താ? equality on and non-exploitation, while capitalism is criticized for being exploitative and non-regulation. Next point.
സോ അടുത്തത് ഹിസ്റ്റോറിക്കൽ പോയിന്റ് ആണ്. ഇതൊക്കെ എഴുതേണ്ടതാണ് കേട്ടോ മക്കളെ. വിട്ടുപോയി. ഹിസ്റ്റോറിക്കൽ events like collapse of Soviet Union, സോവിയറ്റ് യൂണിയന്റെ തകർച്ച എന്തിന് കാരണമായി? ചലഞ്ച് ദ perceived advantages of socialism. That's challenged to the preserved advantages of socialism. Then capitalism emphasizes economic growth over equal distribution. So capitalism emphasizes economic growth through equal distribution ആണ് capital വരുന്നത്. While socialism strive at both resources. socialism എവിടെയാണ് വരുന്നത്? capitalism വരുന്നത് economic growthലാണ് and over equal distribution. ഇനി socialism വരുന്നതോ both എവിടെ? resources, generation and equitable distribution of income. ഇത് ഞാനിങ്ങനെ വായിച്ചു പോവാണ്, കാരണം ഡീറ്റെയിൽ ക്ലാസ്സസ് ഇതിനകത്തുണ്ട്, നോക്കിയാൽ മനസ്സിലാവും. ലൈവ് സെഷൻ എനിക്ക് അധികം ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി capitalist views, workers and capitalists are contemporary while socialism seen in her conflict between them. ഇനി നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഈ റെസ് വൈൻഡപ്പ് ചെയ്യണം. The concept of three world of development was introduced by ആരാണ്? സോ ലൂയിസ് എറിക് ഹോർവിറ്റ്സ്. എന്താ പേരില്ലേ, മറന്നു വരുതേ, ഇതിപ്പോ എങ്ങനെ ഷോർട്ടായി പഠിക്കാം. Then the idea of fourth world described a community of an powerless, oppressed and disposed. So idea of fourth world എന്നെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഓഫ് പവർലെസ്, ഓപ്രസ് ആൻഡ് ഡിസ്പോസ്. എന്തൊക്കെയാണ് ഫോർത്ത് വേൾഡ് പറയുന്നത്? തേർഡ് വേൾഡ് പറഞ്ഞത്, ഇനി ഫോർത്ത് വേൾഡ് എന്താ പറയുന്നത്? ഡിസ്ക്രൈബ്സ് ഓഫ് കമ്മ്യൂണിറ്റി ഓഫ് പവർലെസ്, ഓപ്രസ് ആൻഡ് ഡിസ്പോസ്ഡ്. ഓക്കെ, encompasses people from all other development category. ഇനി നമ്മൾ ഇതിനെപ്പറ്റി the first world refers development in market economics. ഫസ്റ്റ് വേൾഡ് എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? മാർക്കറ്റ് എക്കണോമിക്സിൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. ദ സെക്കൻഡ് വേൾഡ് ഈസ്റ്റേൺ ട്രേഡ് ഏരിയ ആൻഡ് തേർഡ് വേൾഡ് ഡെവലപ്പിംഗ് ത്രൂ കൺട്രീസ് ആൻഡ് ഫോർത്ത് വേൾഡ് ഇസ് ഡെവലപ്പിംഗ് ഓഫ് കൺട്രീസ്. സോ മനസ്സിലാക്കണം, ഓരോന്ന് സബ് പോയിന്റ് ആയിട്ട് എഴുതണം. എസ് എഴുതുമ്പോൾ വളരെ ഒന്ന് ജസ്റ്റ് വരെ വെച്ചാലും മതി, നല്ലതാണ്, മാർക്കൊക്കെ പെട്ടെന്ന് സ്കോർ ചെയ്യാം. പിന്നെ ഇനി കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഷോർട്ടാക്കുക. എങ്ങനെ? ദി കൺസെപ്റ്റ് ഓഫ് തേർഡ് വേൾഡ് അറോസ് ഡെവലപ്മെന്റ് കൺട്രീസ് റിയലൈസിംഗ് ദ വേൾഡ് ബീങ് എക്സ്പ്ലോയിറ്റഡ് ബൈ ഡെവലപ്മെന്റ് നേഷൻ ആൻഡ് ദെൻസ് then social analyzing have practiced crucial role in understanding the both aid provide and manipulative. So എൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ പറഞ്ഞത് വളരെ ഷോർട്ടാക്കിയതെന്ന് ക്രിസ്പ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി understanding the distinction between the first, second and third set a stage for examining global development perception. So understand the distinction between first, second and third set the stage of examining global. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? examining global development perspective. നെക്സ്റ്റ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സമയം വളരെ കുറവാണ്, ഇപ്പൊ തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. Then what is development? Economic growth of freedom. എന്താണ് ഡെവലപ്മെന്റ് ചോദിക്കുമ്പോൾ എന്ത് എഴുതാം നിങ്ങൾ? ആൻസർ ഞാൻ ഓരോന്നായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു, പഠിക്കണേ. ഇനി ഫസ്റ്റ് ആൻസർ ഏജൻസി, കേപ്പബിലിറ്റി, എന്റർടൈൻമെന്റ്, അണ്ടർസ്റ്റാൻഡിങ്, ഫ്രീഡം. അതില് ഫസ്റ്റ് വൺ ഏജൻസി, സെക്കൻഡ് വൺ ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം ആസ് കാപ്പബിലിറ്റി ആൻഡ് പെർസെപ്റ്റീവ്, തേർഡ് എൻടൈറ്റ്മെന്റ്. സോ നമ്മൾ എസ് ചെയ്താണ് തുടങ്ങി മക്കളെ. അപ്പൊ തുടങ്ങാം. വാട്ട് ഇസ് ഡെവലപ്മെന്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് ഫ്രീഡം ചോദിക്കുമ്പോൾ അട്ടത്തേക്ക് നോക്കിയിരിക്കരുത്, പറഞ്ഞുതരാ എങ്ങനെയാ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ തുടങ്ങിയ ആളെ നമസ്കരിച്ച് തുടങ്ങാണ്. ആരാണ്? സെൻ, അമർത്യ സെന്നെ പറ്റി തുടങ്ങാണ്. അക്കോർഡിംഗ് ടു സെൻ, നമ്മളെ സെൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ ആപ്പിൽ പറഞ്ഞിട്ടുണ്ട്, കേട്ടോണ്ടിട്ടോ. Then according to Sen, freedom is essential for development of and enables other aspects of it. So
Placing freedom at the center of development. So placing freedom at the center of development means recognizing that individual freedom are fundamental for development and practice analysis. So start ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ, തുടങ്ങുമ്പോൾ അങ്ങനെ തുടങ്ങണം. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇംപ്രഷൻ ഉള്ള ചെക്കനല്ലോ അറിയാലോ അങ്ങനെ ഒന്ന് തോന്നും. ആ ലെവലിൽ എഴുതണം കേട്ടോ. സോ ഓരോ സബ് പോയിന്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇനി വെൽഫെയർ അപ്രോച്ച് വേഴ്സസ് ക്യാപ്പബിൾ പെർസ്പെക്റ്റീവ് ഓഫ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് അതിന്റെ എന്താണ് വെൽഫെയർ അപ്രോച്ച് വെൽഫെയർ അപ്രോച്ച് ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ. നോട്ട് ചെയ്ത് വെക്കണം. Welfare approach focus on individual and recipients of development activities, advocating for investment and social sectors and direct provision of welfare products. എന്തൊക്കെയാണ്? സോ നോട്ട് ചെയ്ത് വെക്കണം. എന്താണ് ഈ വെൽഫെയർ അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നത്? ഇൻഡിവിജ്വലിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് സെക്ടേഴ്സ് ആൻഡ് ഡയറക്ട് പ്രൊവിഷൻ ഓഫ് വെൽഫെയർ പ്രൊഡക്ട്സ്. ഇറ്റ് ഐഡന്റിഫൈസ് എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് ഇതിൽ വരുന്നത്, ഏതൊക്കെ കമ്മോഡിറ്റീസിലാണ് വരുന്നത്. ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, വാട്ടർ, ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോറി, വാട്ടർ മഞ്ഞുപോയി. ഇനി നമുക്ക് അമർത്യ സെൻ എന്താണ് പറഞ്ഞത്, ഇതിനെപ്പറ്റി എന്താണ് അമർത്യ സെന്റെ അഭിപ്രായം നോക്കണ്ടേ അല്ലെ. Amartya Sen views development as a achieve freedom and human agency. So Amartya Sen's view, അവരുടെ വ്യൂ പോയിന്റ് അല്ലെ, അവരുടെ നിരീക്ഷണത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഡെവലപ്മെന്റ് ആസ് അച്ചീവിംഗ് ഫ്രീഡം ആൻഡ് ഹ്യൂമൻ ഏജൻസി. Individuals set their goal and make choices based on values and ideas. So individual എങ്ങനെയാണ്? ഈ സിമ്പിൾ ഇംഗ്ലീഷ് അല്ലേ അല്ലെ, പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ? So individuals set the goal and make choice based on values and ideas. എടേ വാല്യൂസിനും ഐഡിയാസ് ആണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ മക്കളെ? Then Sen believes that development should focus on fostering and so സെന്നിന്റെ അഭിപ്രായം എഴുതി വെക്കണം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എല്ലാ ക്ലാസ്സിലും ഓരോരുത്തർ ക്രിറ്റിസിസം പറയും, അതിനെപ്പറ്റി എഴുതിയിരിക്കണം. അതാണ് നമ്മൾ ഇതിനും പഠിക്കുന്നത്. ഇത് നമ്മൾ ഓരോ റിസർച്ച് ചെയ്യല്ലേ അല്ലേ മക്കളെ? Sen believes that development should focus on fostering of freedom. So Sen പറയുന്നത് എന്താണ്? Believes that development should focus on fostering freedom of agencies. Okay, where individuals make reasoning and informed choices rather than just providing aid. Any development as freedom, capability, perspective. അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? She believes that അവർ വിശ്വസിക്കുന്നത് എന്താ? അദ്ദേഹം വിശ്വസിക്കുന്നത് that for individuals to act as agents, they must possess capabilities. Okay. Development as freedom centers around expanding individuals' capabilities to valued life. സോ ഇതും എഴുതി വെക്കണം. അദ്ദേഹത്തിന്റെ ഓരോ വ്യൂ ആണ് ഓരോന്ന്. ഞാൻ ഇംഗ്ലീഷ് പറയുന്നത് മനസ്സിലാവില്ലേ? ഇതെനിക്ക് മലയാളത്തിൽ എടുക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് അധികം മലയാളത്തിൽ സംസാരിച്ചാൽ നമ്മൾ വേറെ പഠിക്കേണ്ടി വരും. Then Sen's views freedom as a complex concept. So what is the view of Sen? Sen view that freedom is as a complex concept encompassing both substantive capabilities and instrumental value. Complex concept encompasses both substantive and instrumental value. Note ഇതൊക്കെ. Freedom include actual opportunities. എന്തൊക്കെയാണ് ഫ്രീഡം പറയുന്നത്? Available to individuals and process that enable them make decision and take actions. ഫ്രീഡം അപ്പോൾ ഇതൊക്കെ എഴുതേണ്ടതാണ് നോക്കണേ, നോട്ട് ചെയ്ത് നോക്കണേ. സോ ഓരോരുത്തരുണ്ടല്ലോ, വരൂ ഓരോരുത്തരായിട്ട് വരൂ. ഇനി എന്റൈൻമെന്റ്, ഇത് കുറച്ച് ബാക്കോട്ട് ആയി പോയിട്ടുണ്ട്, സോറി. ഇനി Sen considers entitlement is a crucial aspect of development as freedom within capability perspective. So Senന്റെ വ്യൂ പോയിന്റ് അടുത്തത് എന്താണ് അദ്ദേഹം പറയുന്നത്? She considered that entitlement is a crucial aspect of development. അതിന് വലിയൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട് ഗൈസ്. Development as freedom within capable perspective.
Okay? Then ഒരു പോയിന്റ് ആയിട്ട് ഞാൻ തന്നിട്ടുണ്ടല്ലോ, ഒന്ന് വായിച്ചു നോക്കണേ മക്കളെ. Entitlement refer to an individual's ability to claim ownership and control over certain goods through legitimate means. അത് എന്താണ് ഇതിന് entitlement ഉദ്ദേശം? To refer to individual's ability, അവരുടെ കഴിവിനെയാണ് നോക്കുന്നത്. Ability to claim ownership, claim and control over certain goods. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അല്ലേ? Then starvation and hunger can occur even without a decline in food production or supply, indicating issues with entitlements rather than just food shortages. Starvation and hunger, വിശപ്പ് അല്ലേ, എല്ലാവർക്കും ഉള്ള സാധനമാണ് വിശപ്പ്. Can occur even without a decline in food അല്ലേ? നോട്ട് ചെയ്ത് വെക്കണം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് വായിക്കുക. വെള്ളം സോ സ്റ്റാർവേഷൻ തന്നെയാണ്, ചെറിയ വിശപ്പുണ്ടാക്കി. സ്റ്റാർവേഷൻ ആൻഡ് ഹങ്കർ can occur even without decline in food production or supply, indicating issues with entitlement rather than just food shortages. മനസ്സിലായില്ലോ? സിമ്പിൾ ലാംഗ്വേജ് ആണ്, മനസ്സിലാക്കണം. ഓക്കെ? Then improving entitlement protection such as through wage employment can transform individual from victims to agents. Improving entitlement protection such as through wage employment can transform. എന്താ ട്രാൻസ്ഫോം ചെയ്യാം? Individuals from victims to agents. സിമ്പിൾ അല്ലേ? Victims to agents, aligning with capability perspective. അധികം ഡിസ്ക്രൈബ് ചെയ്യാൻ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അധികം ഡിസ്ക്രൈബ് ചെയ്യാത്തത്. സെൻ സജസ്റ്റ് ദാറ്റ് ഡെമോക്രസി ക്യാൻ സെർവ് ആസ് പ്രൊട്ടക്റ്റീവ് സെക്യൂരിറ്റി. അദ്ദേഹത്തിന്റെ വ്യൂ എന്താണ് പറയുന്നത്? Can serve as a protective security by providing basic arrangement, അത്യാവശ്യമുള്ള കാര്യങ്ങൾ, to preventive crisis and enhancing individual agencies and freedoms. Then gender inequality can in countries like India and Bangladesh, highlighting the failure to effective practice democratic rights and privileges. So gender inequality നെ പറ്റി പറയുമ്പോൾ in countries like India, പ്രത്യേകിച്ച് പറഞ്ഞു തന്നെ ആവശ്യമില്ലോ ജെൻഡർ ഇക്വാലിറ്റിനെ പറ്റിയിട്ടൊക്കെ കുറേ നമുക്ക് പറയാനുണ്ടാവും ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ. ഫെയിലിയർ പ്രാക്ടീസസ് ഡെമോക്രാറ്റിക് റൈറ്റ്, അവിടെ ഭയങ്കര ഫെയിലിയറാണ്, പ്രത്യേകിച്ച് ഈ ഒരു റൈറ്റിനെ പറ്റി പറയുമ്പോൾ. ഇവിടെ പ്രിവിലേജസ് ലീഡിങ് ദ വുമൺ ലാക്കിംഗ്, ഇതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് എഴുതാൻ പറ്റിയ സാധനമാണ്. എന്താണ്? ലീഡിങ് വുമൺ ലാക്കിംഗ് കേപ്പബിലിറ്റി ആൻഡ് എൻഡോമെന്റ്. സോ വുമൻ അല്ലേ, വുമനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ എഴുതണം. കാരണം കുറേ അധികം വാസ്റ്റ് പഠിക്കാനുള്ള ഏരിയയാണ്. പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് എഴുതി വെക്കുക, തെറ്റുത്തരമായിരിക്കരുത്. കാരണം ഇത് കുറച്ചുകൂടി പബ്ലിക് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് അല്ലേ മക്കളെ? ഇനി നമുക്ക് അടുത്ത പേപ്പറിലേക്ക് കടക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? ബ്ലോക്ക് 3. സോ അതില് ബ്ലോക്ക് 3 ആണ് എടുക്കുന്നത്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി അല്ലേ? ഇഷ്ടമുണ്ടാവും ഈ ഒരു പേപ്പർ എടുക്കാൻ, കാരണം ഹെൽത്തും ഫുഡും എഡ്യൂക്കേഷനൊക്കെ വരുന്നുണ്ട്. സോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? എന്താണ് ഇതിൽ പറയുന്നത്? അതിലെ ഏതൊക്കെ യൂണിറ്റാ വരുന്നത് നോക്കണ്ടേ? യൂണിറ്റ് 8 ഇതിൽ വരുന്നുണ്ട്. ഏതാ? റിലേഷൻ ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. റിലേഷൻ ബിറ്റ്വീൻ sustainable development and food security. Then role of green and converging technology in health, sanitary and food security. Then അടുത്തത് the role of education in sustainable development. Most important ആയിട്ടുള്ള പേപ്പറാണ്. ചൂടെടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും മല്ലയ്യ? ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെയാണ്:
ആൻസർ നമ്മൾ കുറേ കാര്യങ്ങൾ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ ഗ്രീൻ റെവല്യൂഷൻ, സെക്കൻഡ് വൺ loss of biodiversity, third one depletion of livestock and fisheries, then fourth one desertation, fifth one climate change. അത് കുറച്ച് അത്യാവശ്യം ചെയ്താൽ മതി അല്ലേ? ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ 1, 2, 3 പോയിന്റ് വെച്ചിട്ടാണ് എഴുതിയത്. ഫസ്റ്റ് വൺ ഗ്രീൻ റെവല്യൂഷൻ. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ? അതിനെ തുടങ്ങുന്നതിന് മുന്നേ ഇൻട്രൊഡക്ഷൻ മസ്റ്റ് ആയിരിക്കണം. ഇൻട്രൊഡക്ഷൻ ഗ്രോത്ത് ഇൻ പാസ്റ്റ് 50 years has led higher demand of food. ഇത് വെറുതെ എഴുതിയത് എസ് എഴുതുമ്പോൾ നല്ല ഡിസ്ക്രൈബ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നേരെ കൊണ്ടുപോയി ഗ്രീൻ റെവല്യൂഷൻ ചെയ്തത് അതിന് മുന്നേ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് എഴുതിയിട്ട അല്ലേ? സോ പോപ്പുലേഷൻ ഗ്രോത്ത് the past 50 years led to higher demand of food. Let's give away higher demand of food. Limited cropland and decline productivity. എന്താണ് limited cropland and declining productivity contributing global food shortages, that cause global food shortages leading to malnutrition and hunger worldwide. അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. നെക്സ്റ്റ് global food production face challenges such as എന്താണ് ഫേസ് ചെയ്ത challenges? Growing demand, reducing poverty and malnutrition, and ensuring environmental sustainability. ഇങ്ങനെ സിമ്പിൾ ആക്കി എഴുതി കഴിഞ്ഞാൽ മക്കളെ മാർക്കും കൊണ്ട് വീഴും സുഖസുന്ദരമായിട്ട് അല്ലേ? അവിടെ കിടക്കുന്ന മാർക്ക് കുറച്ചും കൊണ്ട് വാങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഈ അങ്ങോട്ട് എഴുതിയിട്ടാണ്. ദെൻ കറന്റ്ലി അറൌണ്ട് 852 million people are suffering chronic hunger globally. ഇപ്പൊ മനസ്സിലാക്കണം മക്കളെ, നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. കറന്റ്ലി 852 million people, 850 million എന്ന് പറഞ്ഞാൽ ചില്ലറക്ക കാണുന്നില്ല. 852 million people suffering chronic hunger globally. എനിക്ക് ഇനി ഹങ്കറിനെ പറ്റി പറഞ്ഞാൽ ഈ സമയമില്ല. Therefore, adopting a sustainable development approach is a crucial for long-term food security. Complex relation between food and security and sustainable development influence various factors. ഇപ്പോൾ ഇങ്ങനെയാണ് ഇൻട്രൊഡക്ട് ചെയ്യുന്നത്. എങ്ങനെ complex relation between food security and sustainable development influence various പല ഫാക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഒന്ന് എഴുതിയൊക്കെ ഏതൊക്കെയാണ്? വലിയ പണിയൊന്നും ഇല്ലല്ലോ. ഫസ്റ്റ് ഗ്രീൻ റെവല്യൂഷൻ. ഫസ്റ്റ് വൺ ഗ്രീൻ റെവല്യൂഷൻ. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ? നോക്കരുത് നടത്തേക്ക്. First, low productivity in agriculture affects not only farming sector but also food security and children's nutrition. First one, എന്താണ് ഗ്രീൻ റെവല്യൂഷൻ? തുടങ്ങിക്കോ. ലോ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻ അഗ്രികൾച്ചർ. അത് എന്തിന് കാരണമാകുന്നു? ഓൺലി ഫാമിംഗ് ബട്ട് സെക്ടർ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷനിൽ കൂടെ ഇതിന്റെ പ്രൊഡക്ടിവിറ്റി വരുന്നത്. ലോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഈസ് എ മേജർ ഫാക്ടേഴ്സ്. അധികം വയ്ക്കാൻ എനിക്ക് സമയമില്ല. സോ ലോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഈസ് മേജർ ഫാക്ടർ കോൺട്രിബ്യൂട്ടിംഗ് ടു ഫുഡ് ഇൻസെക്യൂരിറ്റി ഇൻ സബ്-സഹാറ ആഫ്രിക്ക. ദെൻ ദ ഗ്രീൻ റെവല്യൂഷൻ ഇൻവോൾവ് യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. എന്തൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്? ഇൻവോൾവ് chemical fertilization, irrigation, mechanization, high yielding seedling, boost productivity. നോട്ട് ചെയ്ത് വെച്ചോ മക്കളെ, സൂപ്പർ പോയിന്റാ. Then high input levels, monoculture system, ineffective water use and limited reach small farming have led to environment and social problems over time. high level input level മനസ്സിലാക്കണം. monoculture system, ineffective water use and limited reach of small farmers had led എന്തിനാണ് ഇത് കാരണമായത്? lead to environment and social problems over time. ഇപ്പൊ ഇതാണ് ഗ്രീൻ റെവല്യൂഷൻ. ഇനിയും കുറേ ഉണ്ട്. അധികം വൈഡായി കഴിഞ്ഞാൽ എനിക്ക് സമയം കിട്ടൂല. അതുകൊണ്ടാണ് അധികം അങ്ങോട്ട് പോകാത്തത്. അടുത്തത് എന്താ? ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. എന്താണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ഡെവലപ്പിംഗ് കൺട്രീസ് ട്രഡീഷണലി റൈൽഡ് ലോക്കൽ റിസോഴ്സസ്, ഇൻഡിജീനിയസ് നോളജ് ആൻഡ് ട്രഡീഷണൽ ഫാമേഴ്സ് മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ. സോ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? കുറച്ച് പോയിന്റ് തന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് തുടങ്ങാം. ഡെവലപ്മെന്റ് കൺട്രീസ് ട്രഡീഷണലി ലീഡ് ലോക്കൽ റിസോഴ്സസ്. എന്താണ്? ഇൻഡിജീനിയസ് നോളജ് ആൻഡ് ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ. വളരെ സിമ്പിൾ ആണ്. ദെൻ ട്രഡീഷണൽ ഫാമിംഗ് പ്രാക്ടീസസ് എയിംഡ്. എന്തിനാണ് ട്രഡീഷണൽ ഫാമിംഗ് യൂസ് ചെയ്യുന്നത്? എയിംഡ് ടു കൺസേർവ്
resources and maintain harmony with environment. Resources and maintain harmony with environment. Topic നോക്കണേ, കയ്യിൽ നിന്ന് പോകരുത്. എന്താണെന്ന് ഓരോ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. Then chemical intensive farming and practices part of green revolution. So ഇത് എന്തിനാണ് കെമിക്കൽ ഇന്റൻസീവ് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ കണ്ട് എങ്ങോട്ട് പോവാ, ഈ ഫാമിലേക്ക് പോവാ. പാർട്ട് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഹാവിംഗ് കോസ്. സോ ഇത് എന്തിനു കാരണം നോക്കുന്നു ഗൈസ്? This cause water pollution. അല്ലേ, എന്താ വാട്ടർ പൊല്യൂഷൻ? എവിടെ നോക്കിയാലും പൊല്യൂഷനാ അല്ലേ, എങ്ക പത്താലും ഇതാണേ. ഫ്രം ഫെർട്ടിലൈസർ റൺ ഓഫ് ഇൻ ടു സ്ട്രീം ആൻഡ് റിവേഴ്സ്. ദെൻ അടുത്തത് ഡെഫിനിഷൻ ഓഫ് ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫിഷറീസ്. എന്താണ് ലൈഫ് സ്റ്റോക്ക്? വെടിയുണ്ടോ? എന്താ സംഭവം? അല്ല വെടിയുണ്ടോ? നോക്കാം നമുക്ക്. ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ ഹാവ് സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് on ecosystems. Ecosystem very important ആണ് കേട്ടോ. Livestock production and the ecosystem serves primarily through the use of grazing and feed consumption. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? യൂസ് ഓഫ് grazing and feed consumption. Note in the chat. And livestock has their production and become more globally important. Livestock and their production, അപ്പോൾ അവരെല്ലാവർക്കും വേണം അല്ലേ, are becoming more globally important guys due to increasing consumption. So consumer demand കൂടുമ്പോൾ given to right population growth rising അല്ലെ, പോപ്പുലേഷൻ അത് കൂടും സ്വാഭാവികം. ദാറ്റ് റൈസിങ് ഇൻകം ആൻഡ് അർബണൈസേഷൻ, ആള് കൂടുമ്പം അല്ലെ പണി വരില്ല അവറാച്ച അല്ലെ. അല്ലെ, എനിക്ക് +1 ആയിട്ട് എക്കണോമിക്സിൽ പഠിച്ചൊരു ഇത് ഓർമ്മ വരുന്നത്. ഇത് ഹ്യൂമൻ വൺസ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അല്ലെ, കേട്ട് പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ഒന്ന് റിവൈൻഡ് ചെയ്താൽ കിട്ടും ചിലപ്പോൾ. So industrial livestock production which rapidly expanding, എവിടെയാണ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നത്, leads to population and human health issues. So ഇത് എന്തിന് കാരണമാകുന്നു? Population and human health issuesന് കാരണമാകുന്നു. Then the expansion and technological efficiency in fisheries. നമ്മൾ നൈസ് ആയിട്ട് ഫിഷറീസിലേക്ക് പോകുന്നു. റേസിംഗ് കൺസേൺ അബൌട്ട് ഗ്ലോബൽ സ്റ്റേറ്റ് റിസോഴ്സസ്. സോ ഇറ്റ്സ് കൺസേൺ അബൌട്ട് ഗ്ലോബൽ സ്റ്റേറ്റ് റിസോഴ്സസ്. ഇനി അടുത്തത് ഡീസർവിക്കേഷൻ. എന്താണ് ഡീസർവിക്കേഷൻ? a significant environment and development challenge in 21st century. Okay, just a minute. And low income countries in tropical and semi-desert region are particularly valuable to desertification of rising temperature and decreasing of water ability. Then അടുത്ത് നമുക്ക് ആഫ്രിക്കയിലേക്ക് പോകാം അല്ലേ. അല്ലേ, നമ്മൾ പറയുന്ന പോലെ ആഫ്രിക്കയിലേക്ക് പോകാം. എന്താണ് ആഫ്രിക്കയിൽ പറയുന്നത്? എന്താണ് ഗൈസ്? Africa is highly susceptible to land degradation, with estimate 2/3 its land already degrade to some extent. Any ആഫ്രിക്കനെ പറ്റി പറഞ്ഞല്ലോ അല്ലേ, land to degradation with estimate 2/3 and its land degrade to some extent. ഇനി കുറച്ച് വെള്ളം കുടിക്കാം. നല്ല ചൂടാണ് ഗൈസ്. ഇനി നമുക്ക് agriculture production has increased in development countries. എവിടെയാണ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂടുന്നത്? ഡെവലപ്മെന്റ് കൺട്രീസിലാണ് അല്ലേ. It has declined in sub-Saharan Africa due to land degradation and limited access. So എവിടെയാണ് declining? Sub-Saharan Africa due to land degradation and limited access in modern agriculture input technology. എവിടെ? Inputting in technology. അടുത്തത്, many African countries really agro-pasture, making them vulnerable to erratic rainfall and environmental conditions. So these countries are among the most poorest globally and struggle to cope with impacts of drought and families. So ഇതേപ്പറ്റി ഇനിയും കുറേ പറയാണ്ട് പക്ഷെ സമയമില്ല കേട്ടാ. നമുക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് പോകാൻ അല്ലേ. ക്ലൈമറ്റ് ചേഞ്ച് എന്താ?
is a climate change is a threat multiplier in global security, particularly affecting societies with limited progress in development. So എന്താ പറയുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ത്രെറ്റ് മൾട്ടിപ്ലർ ഇൻ എവിടെ, ഗ്ലോബൽ സെക്യൂരിറ്റി. പെർട്ടിക്കുലറി അത് എവിടെ എഫക്ട് ചെയ്യുന്നത്, സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് പ്രോഗ്രസ് ഇൻ ഡെവലപ്മെന്റ്. സോ ഇത് ഒറ്റയടിക്ക് കാര്യം മനസ്സിലാക്കിയാൽ മതി. റൂറൽ ഏരിയാസിലാണ് ഈ സംഭവം നടക്കുന്നത് ഗൈസ്, അല്ലേ? ലിമിറ്റഡ് പ്രോഗ്രസ് ഇൻ ഡെവലപ്മെന്റ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് പറ്റല്ലോ എവിടെയാണെന്ന്, അല്ലേ? It's exacerbates the challenges faced by vulnerable populations such as farmers. ആർക്കൊക്കെയാണ് ഇതിന് ബാധകമാകുന്നത്, ഇല്ലേ? നിങ്ങൾക്ക് അല്ലേ ന്യൂസിലൊക്കെ കാണാം. ഫിഷറീസിനും ഫാമേഴ്സിനും ഒക്കെ ബുദ്ധിമുട്ടാണ് ക്ലൈമറ്റ് ചേഞ്ച്. മീനുണ്ടാവില്ല, പിന്നെ ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ഫാമേഴ്സിന് ബുദ്ധിമുട്ടുണ്ട്, ഫിഷർമാൻസിന് ആൻഡ് ഫോറസ്റ്റ് ഡിപ്പെൻഡൻസ് പീപ്പിൾ. അപ്പൊ എല്ലാവർക്കും ഇത് എഫക്റ്റീവ് ആണ്, അല്ലേ? ദെൻ അടുത്തത്, ആഫ്രിക്ക ഈസ് കൺസിഡേർഡ് ദ മോസ്റ്റ് വൾഗറബിൾ റീജിയൻ ആൻഡ് ദ ക്ലൈമറ്റ് ഡ്യൂ ടു ദ ഫിസിക്കൽ ആൻഡ് സോഷ്യോ എക്കണോമിക് ക്യാരക്ടേഴ്സ് ആൻഡ് എക്സ്ട്രീം ക്ലൈമറ്റ് കണ്ടീഷൻ. സോ ആഫ്രിക്കയാണ്, അല്ലേ? ആഫ്രിക്ക ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. നോട്ട് ചെയ്തിച്ചോ എന്താ, ആഫ്രിക്ക ഈസ് കൺസിഡേർഡ് ദ മോസ്റ്റ് വൾഗറബിൾ റീജിയൻ ടു ക്ലൈമറ്റ് ചേഞ്ച്, അല്ലേ? ഡ്യൂ ടു എന്ത് കാരണം, ഫിസിക്കൽ ആൻഡ് സോഷ്യോ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക് ആൻഡ് എക്സ്ട്രീം ക്ലൈമറ്റ് കണ്ടീഷൻ. അത് കാരണമാണ് അങ്ങനെ. ദെൻ ആഫ്രിക്കൻ എക്കോസിസ്റ്റം ആർ fragile and valuable to withstand the impact of climate change. So ഇതിന് എക്കോസിസ്റ്റം എന്തിന് കാരണമാകുന്നു, ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നു. Severely compromising agriculture production. Food security encompasses food access, availability. സോ എന്തോ ഒരു മെസ്സേജ് ഇരുന്നല്ലോ സാർ, ആരും കാണാനില്ലല്ലോ സാർ, ബോറടിക്കുന്നില്ലേ? ഓ ഉണ്ടല്ലോ, ബോറടിക്കുന്നൊന്നുമില്ല. Globally, changed rainfall pattern due to climate change will negatively impact food security with major crop yields and project to decrease. So, globally, change rainfall patterns. So, rainfall ഈ ഒരു global pattern due to climate change. അത് എന്തിനു കാരണമാകുന്നു, will negatively impact. അത് എവിടെയാണ് കാരണമാകുന്നത്, ഫുഡ് സെക്യൂരിറ്റി, മേജർ ക്രോപ്പ് yields projected to decrease. ഇതൊക്കെ കാരണമാണ് എന്ത്, ഈ റെയിൻഫോൾ, ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രശ്നങ്ങളാണ് കാണിച്ചു തരുന്നത്. ഇനി റോൾ ഓഫ് ഗ്രീൻ ടെക്നോളജീസ് ഇൻ ഹെൽത്ത് സാനിറ്റേഷൻ. ഹെൽത്ത് സാനിറ്റേഷനിലെ ഈ ഗ്രീൻ ടെക്നോളജീന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് നോക്കണേ. ഫസ്റ്റ് വൺ, ഗ്രീൻ ടെക്നോളജീസ് ആർ ഇൻക്രീസിംഗ്ലി യൂസ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ടു കോംബാറ്റ് deterioration air, water and land quality caused human activities. So green technology are increasingly used for health and sanitation to combine detain air, water and land qualities. Then in another point, poor health and sanitation crisis affecting million globally. സോ ഇനി നമ്മൾ കുറച്ച് ഫാസ്റ്റാക്കി പോകേണ്ടി വരും, കാരണം ഇനി 10-15 മിനിറ്റേ ഉള്ളൂ. നമുക്ക് പറത്തിവിടാം, പറക്കല്ല, വളരെ സ്ലോ ആക്കിയിട്ടേ പോവുള്ളൂ. എന്നാലും the World Health Organization define health is a competitive physical, mental and social well-being. So WHO പറ്റി മെൻഷൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി അടുത്ത്, ഇനി ഞാൻ അധികം വായിക്കുന്നില്ല. ഗ്രീൻ കെമിക്കൽ പ്രൊഡക്ട്സ് റെഡ്യൂസ് എൻവയോൺമെന്റൽ ഹാം ആൻഡ് ഹെൽത്ത് റിസ്ക്. സോ ഇത് എന്തിന് കാരണമാകുന്നു, റെഡ്യൂസ് എൻവയോൺമെന്റൽ ഹാം ആൻഡ് ഹെൽത്ത് റിസ്ക് കമ്പയർഡ് ടു ട്രഡീഷണൽ ടോക്സിക് കെമിക്കൽസ്. ഇവിടെ കമ്പാരിസൺ ചെറുതായിട്ട് വരുന്നു കേട്ടോ. ആ ഒരു കെമിക്കൽ പ്രൊഡക്ട്സും അതേപോലെ ഗ്രീൻ കെമിക്കൽ പ്രൊഡക്ട്സും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ. ദെൻ ഗ്രീൻ ടെക്നോളജീസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ വാട്ടർ ട്രീറ്റ്മെന്റ്. വാട്ടർ ട്രീറ്റ്മെന്റിലാണ് എന്ത് വരുന്നത്, ഗ്രീൻ ടെക്നോളജി വരുന്നത്. പ്രോസസ് ലൈക്ക് സെറ്റിൽഡ്, ഫിൽട്രേഷൻ, ഡിഫെക്ഷൻ ആൻഡ് കൊൾഗേഷൻ ടു ഇംപ്രൂവ് വാട്ടർ ക്വാളിറ്റി. സോ ഇതൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഗ്രീൻ ടെക്നോളജീസിൽ. ദെൻ
sustainable sanitation system protect human health and environment and natural sources while being economically valuable and social acceptance. So sustainable development important system protect human health. Then protect human health, the environment and natural resources while being economically valuable to social acceptance. Then one point കൂടി, eco sans toilets like the produce in South Africa. Eco sans toilets like produce in South Africa convert human waste into compostive materials for use, proper disposal. So ഈ എക്കോ ടോയ്ലറ്റ്സിനെ പറ്റിയിട്ട് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ദോസ് ലൈക്ക് പ്രൊഡ്യൂസ് ഇൻ സൗത്ത് ആഫ്രിക്ക കൺവേർട്ട് ഹ്യൂമൻ വേസ്റ്റ് ഇൻ ടു എങ്ങോട്ടാണ് മാറ്റുന്നത്? ഹ്യൂമൻ വേസ്റ്റ് ടു കോമ്പോസ്റ്റേബിൾ മെറ്റീരിയൽസ് ടു റീയൂസ്, പ്രോപ്പർ ഡിസ്പോസ്. സോ ഇതൊക്കെ കണ്ട് ഇന്ത്യക്കാർ പഠിക്കണം അല്ലേ? പഠിക്കണ്ടേ? Then this more focus should be development technologies and regenerate the environment without harming it. സാറിൻ്റെ ക്ലാസ് പൊളിയാണ് കേട്ടോ. താങ്ക് യു വെരി മച്ച്. പൊളിയാക്കണ്ടേ അല്ലേ? More focus should be on development technologies that regenerate the environment without harming it. So ഇത്രയേ ഉള്ളൂ. ഇനി ഡെവലപ്പ് ചെയ്താൽ എനിക്ക് സമയം കിട്ടൂല. ഇനി നമുക്ക് അടുത്ത പേജിൽ നോക്കാം. ഇ ഗവേണൻസ് എന്താണ് ഗൈസ്? ഇ ഗവേണൻസ് നോക്കാം. അത് എത്ര എണ്ണം ഉണ്ട്? കുറേ പേപ്പേഴ്സ് ഉണ്ട്. എന്തൊക്കെയാ നോക്കാം. Learning, role of ICT in education, e-commerce, e-governance, urban development, information policy right to, and then the Information Act in 2005. Any ICT implementation governance issues, challenges. So 1 2 3 4 യൂണിറ്റ് ഉണ്ട്. ഇത് കവർ ചെയ്യാണ്ട്. ഇനി ലേസ് ഒന്ന് സ്പീഡ് കൂട്ടിയാലോ? ഒരു 0.5 കൂട്ടിയാലോ? എന്തൊക്കെയാണ് നോക്കാം. ICT infrastructure എന്താണ്? Districts serve as a fundamental administrative unit of government as grassroots level. Grassroots ലെവലിനെ പറ്റിയില്ല, ജസ്റ്റ് ഒന്ന് തുടങ്ങാം. ഇനി വളരെ നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്ത്? NIC നാഷണൽ ഇൻഫോർമേറ്റീവ് സെന്റർ എന്താണ്? ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്താൽ വളരെ നന്നാവും അല്ലേ? ദെൻ NIC National Informative Center are established in each district headquarters. എവിടേക്കാണ് വരുന്നത്? ഏത് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് മറന്നു പോരുത് കേട്ടോ. To facilitate automation and connect district with state and central government via the district network. ഇത് ഇനി വലിച്ചാക്കിയ സമയം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. നെക്സ്റ്റ് ഇനി അടുത്ത് നമുക്ക് നോക്കാം. എന്താ? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് മേക്ക് എഫേർട്ട് ടു എസ്റ്റാബ്ലിഷ് ഡെലിവറി ചാനൽസ് ഇൻ ടു ക്ലോസ്ഡ് സിറ്റിസൺ. ഇതൊക്കെ നോട്ട് ചെയ്തേക്കാം. ചിലപ്പോൾ മാർക്ക് വന്നാലോ അല്ലേ? ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ? അതുപോലെ തന്നെ. Then popular service delivery channels. Popular service മറ്റേ വാർണ പോപ്പുലർ അല്ല കേട്ടോ. പോപ്പുലർ മാരുതി പോപ്പുലർ അല്ല. Popular service delivery channels include district officers, sub division officers, block officers and CSC and internet. So എന്തൊക്കെയാ പോപ്പുലർ സർവീസ് എന്ന് പറയുന്നത്? ഇൻക്ലൂഡ് ഡിസ്ട്രിക്ട് ഓഫീസ്, മറ്റേ പോപ്പുലർ സർവീസ് അല്ല കേട്ടോ, ഓരോ നോട്ട് ചെയ്തേക്കണേ. ബ്ലോക്ക് ടെൻസിൽ ഓഫീസേഴ്സ്, CSC ആൻഡ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് ഒക്കെ പോപ്പുലർ സർവീസ് ആണ് മക്കളെ. അമ്പടാ. ഇനി CSC serve as common delivery channels in several states. അപ്പോൾ ഓരോ സെർവർ സ്റ്റേറ്റിലെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓഫറിംഗ് ഇന്റഗ്രേറ്റഡ് സിറ്റിസൺ സർവീസ് ക്യൂസ് ഫോർ കൺവീനിയന്റ് ആക്സസ് ഗവൺമെന്റ് സർവീസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇവിടേക്ക് പോയി എനിക്ക് സമയം ഉണ്ടാവില്ല. ഇനി ഇ കൊമേഴ്സിന് ബെനിഫിറ്റ്സ് നോക്കാം. എന്താണ് ഇ കൊമേഴ്സ് ചോദിച്ചാൽ മറന്നോ ഓർത്തിട്ടോ എന്തൊക്കെയാ നോക്കണ്ടേ? ഇലക്ട്രോണിക് കൊമേഴ്സ് ഇസ് എമംഗ് ദ മോസ്റ്റ് ബെനിഫിഷ്യൽ ഇന്നോവേറ്റീവ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. നോട്ട് ചെയ്ത് വെച്ചോ. ഇൻട്രൊഡക്ഷൻ ആയിട്ട് ചെയ്യുന്ന. It offers global reach due to technology widespread nature and low cost. എന്തിനാണ് ഇത് കാരണമാകുന്നത്? അത് എന്തിനാണ് ഓഫർ കൊടുക്കുന്നത് ഗൈസ്? ഇറ്റ്സ് ഓഫർ ഗ്ലോബൽ റീച്ച് ഡ്യൂ ടു ടെക്നോളജി വൈഡ് സ്പ്രെഡ് നേച്ചർ ആൻഡ് ലോ കോസ്റ്റ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി അടുത്തത് ഇറ്റ് ഫെസിലിറ്റേറ്റ്. അത് എന്തിനാണ് കാരണമാകുന്നത്? ട്രാൻസാക്ഷൻ പ്രൊവൈഡിങ് വേരിയസ് ഇന്ററാക്ഷൻ പോസിബിലിറ്റീസ്. എവിടേക്കാണ്? It facilitates interactive sectionum providing various interaction possibilities. പിന്നെ
എന്താണ് കൺസ്യൂമേഴ്സ് വെച്ച് ചോദിച്ചാൽ എഴുതണം, മറക്കരുത് കേട്ടോ. More products enable customers to shop or do other transactions 24 hours day year round from almost any location. So അതാണ് എന്തിൻ്റെ ഈ ഒരു കൺസ്യൂമേഴ്സിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തത് സൊസൈറ്റി. സൊസൈറ്റി എന്താണ് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്താണ് സൊസൈറ്റി? Enable more individuals to work from home to do less traveling, resulting in enables more individuals to work from home. അല്ലേ, വർക്ക് ഫ്രം ഹോമിനൊക്കെ കൂടുതൽ സാധ്യതയാണ് ഗൈസ്. ആൻഡ് ടു ഡു ലെസ് ട്രാവലിംഗ്. അവിടെ ഇരുന്ന പോലെ എന്തിനാ പുറത്തേക്ക് പോകുന്നത്? ഇറ്റ്സ് റിസൾട്ടിങ് ഇൻ ലെസ് ട്രാഫിക് ആൻഡ് റോഡ് ആൻഡ് ലോ എയർ പൊല്യൂഷൻ. സോ ഇതൊക്കെ എന്തിന് കാരണമാകുന്നു? ഈ കൊമേഴ്സ് ഒക്കെ എന്തിന് കാരണമാകുന്നു? ഇറ്റ്സ് വളരെ സിമ്പിൾ പോയിന്റ് ആണ്. ലെസ് ട്രാഫിക്, ഇന്ന് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ, ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ആൻഡ് ലോ എയർ പൊല്യൂഷൻ, അങ്ങോട്ട് വണ്ടിയിട്ട് പോകേണ്ട ആവശ്യമില്ല, എയർ പൊല്യൂഷൻ ഉണ്ടാവില്ല അല്ലേ. ദെൻ ഫെസിലിറ്റി ഡെലിവറി ഓഫ് പബ്ലിക് സർവീസ് such as government entertainment by reducing the cost distribution and increasing the quality of distribution time. ഇനി അടുത്തത് ഇ ലേണിംഗ്. ഇ ലേണിംഗ് കൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ്. എന്താണ് ഇ ലേണിംഗ് എന്ന് നോക്കണ്ടേ? എന്താണ് ഇ ലേണിംഗ്? ഈസ് അപ്രോച്ച് ടു ഫെസിലിറ്റേറ്റ് ആൻഡ് enhance learning with the application of ICT. എന്താണ് ICT എന്ന് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യേണ്ടതാണ്. It refers, എന്താണ് ICT? It refers the use of web based application. ഇത് web based application ആണ്, mobile application ആണ്, digital radio, television and such as other components of enhancing delivery with both formal and informal learning and knowledge sharing. Then it's enable, എന്തിന് കാരണമാകുന്നു ഇത്? enable flexible learning. So it's enable flexible learning. വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മൾ സെൻസോടേക്ക് പോകണേ, വളരെ ഫ്ലെക്സിബിൾ ആണ്. just in time learning the possibilities. It is a mean of effective learning due to its means to effective learning due to the use of access and means of being determined learner. അത് ഞാൻ വെറുതെ പറയില്ല, എഴുതി വെക്കണം, അധികം ഡിസ്ക്രൈബ് ചെയ്യാൻ സമയമില്ല, അതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ, ഇനി ഈ ലേണിംഗ് സിസ്റ്റം ലൈക്ക് വേൾഡ് ലിങ്ക് എനേബിൾ ദ ടീച്ചേഴ്സ് ടു ഇന്റഗ്രേറ്റ് ടെക്നോളജീസ്. ടീച്ചേഴ്സ് ടു ഇന്റഗ്രേറ്റ് ടെക്നോളജി. Thus create dynamic student-centered learning environment classroom. So ഇത് എന്തിനു കാരണമാകുന്നു? It's dynamic student-centered learning environment in classroom. എന്താലേ ടെക്നിക്ക് പുതിയ പുതിയ ഡെവലപ്മെന്റ് മക്കളെ നോക്കണം. ഇനി അടുത്ത് the facilities can also interact the peer group in. So ഇത് ഈ ഫാക്കൽറ്റി എന്തിനു കാരണം? You can also interact with their peer group ആയിട്ട് interact ചെയ്യുക in the virtual environment and exchange ideas and notes on subject. സിമ്പിൾ ആണ് അല്ലേ? ജാവ പറയുന്ന പോലെ സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. ഇനി അടുത്ത പേപ്പർ നോക്കാം, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അടുത്ത പേപ്പർ നോക്കാം, സൈക്കോളജി ആൻഡ് മീഡിയ. എന്താണ് സൈക്കോളജി ആൻഡ് മീഡിയയിലെ തേർഡ് ബ്ലോക്ക്, പെർസ്യൂഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അത് എടുക്കാൻ. എന്താ പോസിറ്റീവ്? ഇതിനകത്ത് 3 സെക്ഷൻസ് ആണ്. ഏതൊക്കെയാ? പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ, നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ, മീഡിയ ആൻഡ് അഡ്വർടൈസിങ്. ഇതിലത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മീഡിയാസ് റോൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷന് മീഡിയയുടെ റോൾ എങ്ങനെയാണ് വരുന്നത് ഗൈസ്? നോക്കാം. Health education and mass media, why the health education important? Health education in India, അത് ഒന്നാമത്തെ. ഇത് സബ് പോയിന്റ് ആയിട്ട് ഈ ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതണം? എന്താ ഇൻട്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ എയിംസ് ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സ്. ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സിനെ പറ്റി പഠിക്കാനാണ് എന്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലേ? The World Health Organization defines health education as learning experience. അല്ലേ? ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തൂടെ അല്ലേ? that help individuals and communities to improve. നോട്ട് ചെയ്ത് വെച്ചാൽ പാടും. ഇത് എന്തിനാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് മനസ്സിലാണ്ടേ? ദാറ്റ്സ് ഇംപ്രൂവ് ദ ഹെൽത്ത് ബൈ ഇൻക്രീസിങ് നോളജ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ആറ്റിറ്റ്യൂഡ്. എന്ത് രസമുള്ള പോയിന്റ് ആണ്, സിമ്പിൾ പോയിന്റ് അല്ലേ? ഇൻക്രീസിങ് നോളജ് ആൻഡ് ഓർ ഇൻഫ്ലുവൻസിങ് ആറ്റിറ്റ്യൂഡ്. ഇനി
ഇനി ഓരോന്നോരോന്ന് നമ്മൾ ഒന്നരാട്ട് എടുക്കുന്ന പോലെ ഓരോന്നോരോന്ന് നല്ല പോയിന്റ് ആയിട്ട് എടുക്കാം. അത് ഫസ്റ്റ് വൺ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് എ multidisciplinary field drawing from various science aim to promote health and preventive disease. Simple. ഇനി അടുത്ത പോയിന്റ്, its focus on voluntary behavior change activities targeting individuals. Focus on voluntary behavior ആണ് ഫോക്കസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ടാർഗറ്റിംഗ് ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിനൊക്കെയാണ് എന്ത് ഫോക്കസ് ചെയ്യുന്നത്? Times advancement in medical technologies have improved health outcomes, but decrease still pose and threat. Health education play a vital role. എന്താണ് health education play a vital role in promoting health behavior and improving overall quality of life. Simple അല്ലേ? Next, ഇനി അടുത്ത ചെറിയൊരു പോയിന്റ് ഉണ്ട്. അടുത്ത പോയിന്റ് എന്താ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇന്ത്യ. എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ? In India, significantly literary rate about 260 million of people unable to read and write according to 2000 census. എന്റെ പൊന്നോ, അത് കേട്ട് എനിക്കെന്നെ ഞെട്ടിപ്പോയിക്കുന്നു. 260 million people ആണ് unable to read and write. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. Then reaching people with health education in such a diverse country with more rural areas and urban post challenge. The Central Health Education Bureau under the Ministry of Health and Welfare, government of India is responsible. എല്ലാത്തിനും ഉത്തരവാദിത്തം ഇവർക്കാണ്. ആർക്കാണ്? മുഖ്യമന്ത്രി രാജിവെക്കണം എന്നല്ല പറയുന്നത്. ഇതാണ് ഇവർക്കാണ്. ആർക്ക്? സെൻട്രൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ബ്യൂറോനാണ്. അല്ലേ? ഇവനാണ് കാരണക്കാരൻ. ഇനി അടുത്തത് നോക്കാം. The media diverse division plays a crucial role. വളരെ crucial role ആണ് അവർ ഫേസ് ചെയ്യുന്നത് അല്ലേ? അവർക്ക് വേണ്ടത് തന്നെയാണ്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. മീഡിയ ഇമ്പോർട്ടൻ്റ് ആണ്. And promoting health education. Then അടുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പോയിന്റ്. ഞാൻ തന്നെ വായിച്ചപ്പോൾ ഞാൻ തന്നെ കുറച്ചേരം അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? What is internet addiction disorder? മക്കളെ ഞങ്ങൾ എല്ലാവരും ഇതിൽ കൊടുക്കും മക്കളെ. ഫസ്റ്റ് ഗെയിമിംഗ് ഡിസോർഡർ എന്താണ്? how does internet addiction impact? എന്താണ് ഇന്റർനെറ്റ് അഡിക്ഷൻ? നോക്കാൻ പറ്റും. The internet has made the world more connected and accessible. ശരിയാണ്, വളരെ ശരിയാണ് അല്ലേ? Allowing people to learn about various concepts and connected with others regardless of distance. Then, however, along with the benefits, and the internet also has negative aspects. Now, as usual, which can lead excessive screen time, sure, and reduce real world interaction. ശരിയാണ്. People fascination with the internet can be compared children fascination. Like കുട്ടികളെ with toy, new toy. കുട്ടികൾക്ക് ഇപ്പം അതാണ് നേരെ വീഴുന്ന ടാബിനെ മുകളിലേക്കാ. എന്താലേ? ഇനി അടുത്ത്, the internet offers a wide range of services and entertainment from social media and e-commerce, which contribute its addictive nature.
ശരിയാണ് മക്കളെ. ഇനി എന്താണ് ഇൻ ഹൂയിങ് ആൻഡ് അസ്ലി പ്രഡിക്റ്റഡ്, രണ്ട് പ്രമുഖരായ ഇന്റർനെറ്റിന്റെ ആൾക്കാരാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഹൂയിങ് ആൻഡ് അലിസി predicted that internet would greatly impact psychiatry. ഭ്രാന്ത് പിടിക്കും ചിലപ്പോൾ. Promoting academics to consider its effective and individuals. Internet addiction disorder is also known as compulsive internet use or promotive internet use. So in the സുഖമുള്ള വേർഡാ compulsive internet use to probabilistic internet use is not officially classified as a disorder. കുറെ ഡിസോർഡർ ആവുന്നതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ മലയ്യ. ഇനി the creative diagnosis internet addiction are often compared to those pathological gambling. So ഇതൊക്കെ വലിയ പണിയാണ് മക്കളെ, നോക്കി കളിച്ചോ. Behavioral of addiction recognized DMs. Spending a lot of time on social media or watching videos online does not indicate addiction. However, when internet use begin to interfere with daily life and responsibilities such as work or relationship, may be considered problematic. പണി വരുന്നുണ്ട് അവർ അച്ഛ. ഇനി അടുത്തത് വരൂ സുഹൃത്തുക്കളെ, വരൂ കേൾക്കൂ എന്താണ് അദ്ദേഹം പറഞ്ഞു നോക്കൂ. Excessive gaming, social network and online shopping and pornography are example of activities that lead to internet addiction. ഇത് ഞാൻ അധികം വിശദമാക്കുന്നില്ല, വിശദമാക്കിയ വിഷയമാവും എന്ന് എനിക്കറിയാം. If they interfere with daily tasks, responsibility, it's important to mindful spend time in these activities and impact on daily life. എന്തായാലും പണി വരും, ഉറപ്പാണല്ലോ. ഇനി അടുത്തത് ഗെയിമിംഗ് ഡിസോർഡർ. എന്താണ് ഗെയിമിംഗ് ഡിസോർഡർ? 2018 ഒരു സെൻസസ് വെച്ച് നോക്കുമ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇൻട്രൊഡ്യൂസ് ഗെയിമിംഗ് ഡിസോർഡർ. മനസ്സിലായല്ലോ അല്ലേ? ഗോവയിലൊക്കെ കളിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ പണ്ട് കൊറോണ സമയത്തൊക്കെ. ഇൻട്രൊഡ്യൂസ് ഗെയിമിംഗ് ഡിസോർഡർ. ഇങ്ങനെയൊക്കെ താഴേക്ക് ആയിപ്പോ ഇങ്ങനെ കുനിഞ്ഞു പോകും ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞാൽ. Is 11th revision of international classification of disease. The gaming disorder is defined as a pattern of gaming behavior, whether digital or gaming media, characterized by the impaired control over gaming and prioritize gaming other activities. Hey, അടുത്തത് how does introduction impact me? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ലാസ്റ്റ് ആണ്, ബട്ട് നോട്ട് ലീസ്റ്റ്. നാല് നോക്കാം. ഇന്റർനെറ്റ് അഡിക്ഷൻ IA എന്ന് പറയും, നമ്മൾ IA എന്ന് പറയില്ല, A എന്ന് പറയില്ലേ. ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ IDG are becoming concern in India. ഇന്ത്യയിൽ വലിയൊരു പ്രശ്നമായി മാറുന്നുണ്ട്. Recently studies 54 young adults found 50% were internet addicts. ഞാനതില്ല. 49% of 15 of users of internet. Yeah. As a survey founded by Indian Council of Medical Research found that percentage of people were addicted in various online activities. Yeah. Social network, sites, online shopping and online pornography. വിശദമാക്കുന്നില്ല അല്ലേ? വിശദമാക്കിയാൽ വിഷയമാകും. Internet addiction lead to a releasing of dopamine. അല്ലേ? ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന അറിയാലോ, അത് മാത്രം ചിലപ്പോൾ അറിയാൻ മതിയോ. ന്യൂറോ ട്രാൻസ്മിറ്റർ റെസ്പോൺസിബിൾ ഫോർ പ്ലഷർ ക്രിയേറ്റിംഗ് ഡിപ്പെൻഡൻസി. റീല് കണ്ട് ഭ്രാന്ത് പിടിക്കുക. It is important to raise awareness about internet addiction and encouraging healthier internet use to prevent these negative consequences. So it's important to raise awareness about internet addiction. അല്ലേ? നമ്മൾ ഇതിനെതിരെ തിരിയേണ്ട സമയം ആയിരിക്കേണ്ട സുഹൃത്തുക്കളെ. The internet usage and prevent these negative consequences. അവസാനത്തെ ഇത്രയേ ഉള്ളൂ തോന്നുന്നല്ലേ, പറയാൻ വിട്ടുപോയി, അവസാനമാണ്. ഇനി നമുക്ക് ഏറെക്കുറെ ചവിട്ടാൻ സമയമായി. താങ്ക് യു വെരി മച്ച്. കേട്ടിരുന്നതിന് വളരെ 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 നന്ദിയുണ്ട്. ഇനിയും നമുക്ക് അടുത്ത ലൈവിൽ കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം അല്ലേ? താങ്ക് യു വെരി മച്ച്. താങ്ക് യു എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു.